ഒരു ബി ജെ പി പ്രവർത്തക നിലയിലില്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ, 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കണ്ട് ഒരിക്കലും അത്രയും മോശം എന്ന് പറഞ്ഞാല് തട്ടിപ്പും എല്ലാം ഞങ്ങൾ അനുഭവിക്കണം. ഇവിടെ ഒരു ജോലിയില്ല, ഒന്നുമില്ല, വികസനമില്ല, എല്ലാം കൊള്ളയുമായിട്ട് മതിയായി. കേട്ടില്ലേ? അമ്മച്ചി വളരെ ലാഘവത്തോടെ ഫ്രീ ആയിട്ട് പറയാണ് കഷ്ടപ്പാട്. അത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ്. കഷ്ടപ്പാടാണ്, അഴിമതിയാണ്. അഴിമതി കാണിക്കാത്ത ആൾക്കാരാണ് ബി ജെ പിയിലെ ഭരണകർത്താക്കളെന്ന് ഉള്ളത് കൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഒട്ടും അഴിമതി കാണിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. പിന്നെ കഷ്ടപ്പാട് മടുത്തവർക്ക് ബി ജെ പി വന്നാലേ ശരിയാവുള്ളൂ. അമ്മച്ചി ഒരു കാര്യം ഒന്ന് എൻ്റെ ചിലപ്പോൾ അമ്മച്ചിക്ക് അറിയായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അറിവുകൊണ്ട് ഞാൻ പറയാണ്. ഒന്ന് വന്ന് തിരക്കി നോക്കണം നോർത്ത് സ്റ്റേറ്റിലോട്ട്, കേരളം വിട്ട് വെളിയിലോട്ട് ഒന്ന് പറയണം, ഒന്ന് ഇറങ്ങി നോക്കണം. കേരളത്തിൽ ഇപ്പോൾ സുഖിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, പട്ടിണി കിടക്കാതെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പം അത് വിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് നോക്കണം. കേരളം വിട്ട് വേറെ സ്റ്റേറ്റിലൊക്കെ ഒന്ന് പോയി നോക്കണം എങ്ങനെയാണ് മോദിജിയുടെ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളുടെ ഒരു അവസ്ഥ, ആളുകളുടെ അവസ്ഥ. അത് ഈ എപ്പോഴും പറഞ്ഞതില്ലേ പെൻഷൻ കൊടുക്കുന്നു, 2000 രൂപ പെൻഷൻ ആക്കിയിട്ടെന്ന് പറയുന്നത്. അതൊക്കെ എത്ര ദിവസം കിട്ടുമെന്ന് നോക്കി കേന്ദ്രത്തിൽ നിന്നല്ലേ പെൻഷൻ കൂട്ടിയതിന് കാരണം പിണറായി ഗവൺമെന്റ് കൊടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. പക്ഷേ പാവപ്പെട്ടവരൊക്കെ വിശ്വസിക്കുന്നത് നമുക്ക് പിണറായി വിജയനാണ് തന്നെ. അപ്പൊ അവര് ഒരൊറ്റ അപേക്ഷയുള്ളൂ, നിങ്ങളൊക്കെ എന്നും ബി ജെ പി തന്നെ ഉണ്ടായിരിക്കണം. വേറെ ഒരു പാർട്ടിയിലോട്ടും പോകരുത് പ്ലീസ്. എന്നും ബി ജെ പിയുടെ അണികളായിട്ട് തന്നെ നിങ്ങൾ ഇരിക്കണം. വേറെ ഒരു പാർട്ടിയിലോട്ടും ദൈവത്തെ ഓർത്ത് പോകരുത് കേട്ടോ. ബി ജെ പി തന്നെ നിൽക്കണം. 600 രൂപ കോൺഗ്രസ് 6 മാസം കൊണ്ട് 600 രൂപ മുടക്കിയ പലിശ ചേർത്ത് രണ്ടാമത് പിണറായി സർക്കാർ ഫസ്റ്റ് അധികാരത്തിൽ വന്നപ്പോൾ ഫുള്ള് പെൻഷൻ കൊടുത്തു ചേർത്ത് ഇപ്പോൾ 2000 വരെ ആക്കി. ഇനി കൂട്ടും. മോദിജി കൊടുക്കുന്നു, ശരി മോദി കൊടുക്കട്ടെ. ഒരിക്കലും വേറൊരു പാർട്ടിയിലോട്ട് പോകരുത്, അപേക്ഷയാണ്. ബി ജെ പി തന്നെ നിൽക്കുക. ബി ജെ പിക്കാർക്ക് പറ്റിയ അണികളാണ്. ഇവിടെ നേതാക്കന്മാർ ഓക്കെ ബുദ്ധിയില്ലാന്ന് പറയാം, ചാണകമാന്ന് പറയാം എൻ്റെ തലയിൽ. പക്ഷേ അണികളും ഇങ്ങനെ തന്നെ ആയല്ലോ. അല്ലേ പിന്നെ ബി ജെ പി പോകത്തില്ലല്ലോ. ശരി എന്നാ, അപ്പം ബൈ.